വചനം ട്രാവൽ ചെയ്യും. It travels. ആമേൻ. നിന്റെ പ്രശ്നം ആമേൻ എത്ര ദൂരത്തിലാണെങ്കിലും ഇവിടെ നിന്ന് പറയുന്ന വചനമുണ്ടല്ലോ, അത് ആമേൻ അതിവേഗത്തിൽ ട്രാവൽ ചെയ്യും. No matter how far away your trouble is, it's going to travel. ചിലതിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ, And if you have authority over certain ആമേൻ, things, ചിലതിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ, if you have authority, ആമേൻ, ആ അധികാരമുള്ള ആമേൻ ആ വ്യക്തി സംസാരിച്ചാൽ അത് അതുപോലെ സംഭവിക്കും. when you speak with authority, it will happen so. ചിലത് അന്നേരം തന്നെ സംഭവിക്കും. At the same time, ആമേൻ, അത് ഇപ്പോൾ സംഭവിക്കുകയാണ്. right now, അതിപ്പോൾ സംഭവിക്കുകയാണ്. right now, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, in the mighty name of Jesus, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, the mighty name of Jesus, പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചിലത് തുറന്നു വരട്ടെ. ആമേൻ. ചില ഡോറുകൾ തുറന്നു വരട്ടെ. ചില ഇരുമ്പ് ആമേൻ ചങ്ങലകൾ പൊട്ടി മാറട്ടെ. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ, a single word, അവൻ ഒരു വാക്ക് പറഞ്ഞാൽ, a single word, അവൻ ഒരു വാക്ക് പറഞ്ഞാൽ, a single word, ആ വാക്കിനകത്ത് ശക്തി ഇറങ്ങും. there is power. യേശുവിന്റെ നാമത്തിൽ ക്രിയാത്മകമായ ചിലതിവിടെ നടക്കുകയാണ്. ക്രിയാത്മകമായ ചിലതിവിടെ നടക്കുകയാണ്. ഈ വചനം നമ്മൾ ആമേൻ സാധാരണഗതിയിൽ വായിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ആമേൻ പലർക്കും തോന്നത്തില്ല. When you just read it ordinarily, you will not feel anything when you read the word. ഈ വചനം ആമേൻ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി വായിക്കുന്നവർക്ക് ഇതൊരു കൺഫ്യൂഷൻ ആയിരിക്കും. And when you try to criticize the word and read it for that purpose, you will be confused. കാണാതെ പഠിക്കുന്ന കുറെ There ആൾക്കാരുണ്ട്. are many people who learn it by heart. ആമേൻ. ഞാൻ പറയട്ടെ, അവരോടുള്ള ബന്ധത്തിലും ഇത് ഹല്ലേലൂയ അവർ ഇത്രേ എഴുതി വെച്ചിട്ടും അവരോടുള്ള ബന്ധത്തിലും ഇത് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. In regards to them also, they not feel a big impact in their lives. എന്നാൽ ആർക്കാണിത് ശക്തിയായി വ്യാപരിക്കുന്നത്? But who does it impact? ഹല്ലേലൂയ. ഇതിനെ ധ്യാനിക്കുന്നവർക്ക്, Those who meditate on the word, ഇതിനെ അയവിറക്കുന്നവർക്ക്, those who take the words in depth, ഇതിലെ ഓരോ വാക്യങ്ങൾ എടുത്ത് ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നവർക്ക്. when you take each verse and meditate on it. അതുകൊണ്ട് വചനം പറയുന്നത്, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി വചനം നിന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് വരാം. The word will come alive in your life. ആമേൻ. നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചല്ലോ. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം എന്ന് നമ്മൾ വായിച്ചു കേട്ടല്ലോ. As we read, he's a refuge for the needy. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, And if you're in such a predicament, ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ വചനം വായിക്കുമ്പോൾ when you read this word, ആ വചനത്തിന്റെ ക്രിയ ആമേൻ നമ്മുടെ ജീവിതത്തെ ദൈവം you ചെയ്യും. will see the word working in your life. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കലേക്ക് വരാതെ ആമേൻ ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരും. Hallelujah. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ദൈവത്തിന്റെ വചനത്തിന് ഭയങ്കര പവറാണ്. So the word of God is very powerful. ദൈവത്തിന്റെ വചനം സഞ്ചരിക്കുന്നതാണ്. The word is one that travels. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ട്രാവൽ ചെയ്യും. It travels. ആമേൻ. നിന്റെ പ്രശ്നം ആമേൻ എത്ര ദൂരത്തിലാണെങ്കിലും ഇവിടെ നിന്ന് പറയുന്ന വചനമുണ്ടല്ലോ, അത് ആമേൻ അതിവേഗത്തിൽ ട്രാവൽ ചെയ്യും. No matter how far away your trouble is, it's going to travel through. ആമേൻ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. ആമേൻ. ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. The wise man came to Jesus. ആമേൻ. യേശുവിനോട് പറയാണ്, And he said to Jesus, ഗുരു, നീ എന്റെ ആമേൻ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. he said to Jesus that I'm not worthy that you come to my house. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് If സൗഖ്യമുണ്ടാകും. you just say a word, my servant will be healed. ഹല്ലേലൂയ. അവന്റെ വിശ്വാസം കണ്ടിട്ട് യേശു കർത്താവ് ആമേൻ നിന്റെ ദാസന് സൗഖ്യമായിരിക്കുന്നു എന്നൊരു വാക്ക് ആ ദൂരെ നിന്ന് പറഞ്ഞു. Seeing his faith, Jesus said, yes, your servant will be healed. അവൻ എന്താ സംഭവിച്ചെന്നറിയാമോ? Do you know what happened? ശതാധിപൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. As he went to his house, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വളരെ ദൂരമുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആളുകൾ വരികയാണ്. as he was traveling back to his house, from his house, people coming forth, ആമേൻ നിന്റെ ദാസന് സൗഖ്യം വന്നിരിക്കുന്നു. saying, your servant is healed. ആമേൻ നിന്റെ ദാസന് സൗഖ്യം Your വന്നിരിക്കുന്നു. servant is healed. ആമേൻ. അവൻ ചോദിച്ചു, എപ്പോഴാ വന്നത്? And he asked, when did it happen? ആമേൻ. ഇന്നലെ. ആമേൻ. ആമേൻ ഒരു പ്രത്യേക സമയം പറഞ്ഞു. And he said a specific time yesterday. ആമേൻ. അവിടെ ശതാധിപൻ ആമേൻ ചിന്തിക്കുകയാണ്. അവൻ എങ്ങനെയാണ് ചിന്തിച്ചത്? ആമേൻ. യേശു
യേശു പറഞ്ഞ ആ സമയമാണ് ഈ ആളുകൾ പറഞ്ഞ ഈ സമയം എന്ന് He പറയുന്നത്. thought back to the time, and it was the same time as Jesus spoke the word. അങ്ങനെയാണെങ്കിൽ ആമേൻ വചനം ട്രാവൽ ചെയ്യാം. If so, then the word of God ആമേൻ നിന്റെ travels. കുഞ്ഞിലേക്ക് വചനം ട്രാവൽ You ചെയ്യാം. would travel to your child. നിന്റെ പ്രശ്നത്തിലേക്ക് വചനം ട്രാവൽ You ചെയ്യാം. travel through your problems. ആമേൻ നിന്റെ ശരീരത്തിലേക്ക് വചനം ട്രാവൽ ചെയ്യാം. Travel to your body. ഇന്ന് പകൽക്കാലം എത്ര പേര് അത് How വിശ്വസിക്കുന്നുണ്ട്? many of you believe tonight? ആമേൻ പ്രതികൂലം എത്ര വലുതാണെങ്കിലും, Hallelujah. പ്രതിസന്ധി എത്ര No matter വലുതാണെങ്കിലും, how big your problem is. പോരാട്ടം എത്ര വലുതാണെങ്കിലും, Hallelujah. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവവചനം ഇന്ന് പകൽക്കാലം ട്രാവൽ ചെയ്യുകയാണ്. Hallelujah. യേശുവിന്റെ നാമത്തിൽ ദൈവവചനം ട്രാവൽ ചെയ്യുകയാണ്. It's going to travel through. ദൈവവചനം It's സഞ്ചരിക്കുകയാണ്. going to travel through. വചനം നിന്റെ ശരീരത്തിന് ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യും. It will travel in your body. നമ്മുടെ മനസ്സിലേക്ക് ആമനി And സഞ്ചരിക്കാം. it will travel in your mind. നമ്മുടെ ആത്മാവിലേക്ക് It will സഞ്ചരിക്കാം. travel through your spirit. ആമൻ നമ്മുടെ പ്രശ്നം എവിടെയാണോ അവിടേക്ക് സഞ്ചരിക്കാം. Where your worries are, it will travel through. യേശു കർത്താവ് ലാസറിന്റെ കല്ലറയിൽ നിന്ന് പറയുകയാണ്, കല്ലറയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്. Jesus at Lazarus' tomb said, ആമൻ ലാസറെ പുറത്തു വാ, Lazarus, come forth. ലാസറെ പുറത്തു വാ. Come forth, Lazarus. ആമൻ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് അവിടെ സംഭവിച്ചത്. You know what happened? യേശുവിന്റെ വാക്ക് അവന്റെ വായിൽ നിന്ന് വീഴുമ്പോൾ, As the word fell out his mouth, യേശുവിന്റെ വാക്ക് അവന്റെ വായിൽ നിന്ന് വീഴുമ്പോൾ, as the word fell out his mouth, ആമൻ ദൈവവചന പ്രകാരം ആമൻ ഹല്ലേലൂയ ആമൻ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോയ ആത്മാവ് മടങ്ങി വന്നു. the spirit came back. ആ വചനം ട്രാവൽ ചെയ്യട്ടെ, നിന്റെ പ്രശ്നത്തിലേക്ക് ട്രാവൽ ചെയ്യട്ടെ, അവിടെ ചെന്ന് പ്രവർത്തിക്കട്ടെ, അവിടെ ചെന്ന് പ്രവർത്തിക്കട്ടെ. Hallelujah. അവ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 11-12 അധ്യായങ്ങളിലാണ് ആ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. And the story is written in chapter 11. അവിടെ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു നിൽക്കുകയാണ്. And Jesus standing before the tomb of Lazarus. ആ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് And before his tomb, ലാസറെ പുറത്തു വാ എന്നൊരു വാക്ക് യേശു ഉച്ചരിച്ചു. Lazarus, come forth. അവൻ ഉറച്ചു വിളിച്ചു And he പറഞ്ഞു. said it aloud. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. And he said it aloud. ലാസറെ പുറത്തു വാ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. Lazarus, come forth. ആ ശബ്ദം പുറത്തേക്ക് വന്നപ്പോൾ, And when that voice came out, അവൻ യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച്, according to the law of the Jews, നമ്മുടെ അറിവനുസരിച്ച്, according to our knowledge, പറുദീസയിലേക്ക് പോയ ലാസറിന്റെ ആത്മാവ് പറുദീസയിൽ നിന്ന് മടങ്ങി ശരീരത്തിലേക്ക് വന്നു. Lazarus came back. ശാന്തര ബഖബല ശാന്തര പ്രൗഢബല ഹതുരബല ബൗധന റിഗല ബൗഡിയൽ ബര ശാന്തേ. യേശുവിന്റെ നാമത്തിൽ ക്രിയാത്മകമായ ചിലത് ഇവിടെ നടക്കുകയാണ്. ക്രിയാത്മകമായ ചിലത് ഇവിടെ നടക്കുകയാണ്. ഓ റിയൽ ബാബ, സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ. Some positive things is happening here. Oh, the energy of God, the power 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 of God. ഹല്ലേലൂയ. ലാസറിന്റെ ആത്മാവ് പോയത് ആമൻ ഏതെങ്കിലും ഒരു പ്രത്യേക അടുത്തുള്ള ദൂരത്തിലല്ല. Lazarus' soul did not travel anywhere near. 10,000 മൈലോ 20,000 മൈലോ ദൂരത്തിലല്ല ലാസറിന്റെ ആത്മാവ് പോയത്. Not 10 or 20,000 miles. ദൈവത്തിന്റെ വചനം പറയുന്നത്, The Bible says, ആമൻ പറുദീസയുടെ അനുഭവത്തിലേക്കാണ് ലാസറിന്റെ ആത്മാവ് പോയത്. his soul was in paradise. ആ പറുദീസയിൽ നിന്ന് ആമൻ ഹല്ലേലൂയ ചീഞ്ഞഴുകിയ ശരീരത്തിലേക്ക് വരാൻ എത്ര സമയം എടുത്തെന്നറിയാമോ? And from paradise to his broken body. 4 ദിവസമായി നാറ്റം വെച്ച് കിടക്കുന്ന ആ ശരീരത്തിലേക്ക് ആത്മാവ് അവൻ റിട്ടേൺ വരാൻ ഹല്ലേലൂയ സെക്കൻഡ്സ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. അതാണ് ദൈവവചനത്തിന്റെ യേശുവിന്റെ വചനത്തിന്റെ ശക്തി. അതിപ്പോൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്ഥിരതയില്ലാത്ത ചലനമില്ലാത്ത സ്ഥിരതയില്ലാത്ത ഹല്ലേലൂയ തകർന്നു കിടക്കുന്ന ഫോംലെസ് ആയിട്ടുള്ള വോയിഡ് ആയിട്ടുള്ള അസ്ഥിരമായ ചിലതിന്റെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് വിശ്വസിച്ചാൽ അത് നടക്കും. വിശ്വസിച്ചാൽ അത് സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ ഹോളിനകത്ത് ആത്മാന്തരീക്ഷം തുറന്നു കിടക്കുക. ഓ സ്പിരിച്വൽ റിലം ഇറ്റ്സ് ഓപ്പൺ ഹിയർ. ഹല്ലേലൂയ. ആത്മാന്തരീക്ഷം ഇതിനകത്ത് തുറന്നു കിടക്കുന്നു. സ്വർഗസ്ഥലങ്ങളിലേക്കാണ് പോയത്. Up into heaven. അവിടെ നിന്നാണ് ആ ലാസറിന്റെ
ആമേ ആത്മാവ് തിരികെ വരുന്നു. From there, his soul returned സെക്കൻഡ് കൊണ്ടാ സംഭവിച്ചത്. in seconds. അതാണ് ഈ ആമൻ അധികാരമുള്ളവൻ പറഞ്ഞ നടക്കുന്ന കാര്യം. അതാണ് Those who have authority can do this. അധികാരമുള്ളവർ പറഞ്ഞാൽ അന്നേരം കാര്യം നടക്കും. And those who have authority, things will happen immediately. അധികാരമില്ലാതെ നമ്മൾ സംസാരിച്ച ഒന്നും നടക്കത്തില്ല. And if you don't have authority, this will not happen. ചിലതിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ, And if you have authority over certain things, ചിലതിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ, if you have authority, ആ അധികാരമുള്ള ആ വ്യക്തി സംസാരിച്ചാൽ അത് അതുപോലെ സംഭവിക്കും. when you speak with authority, it will happen so. ചിലത് അന്നേരം തന്നെ സംഭവിക്കും. At the same time, അത് ഇപ്പോൾ സംഭവിക്കുകയാണ്. right now, അതിപ്പോൾ സംഭവിക്കുകയാണ്. right now, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, in the mighty name of Jesus, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, the mighty name of Jesus, പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചിലത് തുറന്നു വരട്ടെ. ചില ഡോറുകൾ തുറന്നു വരട്ടെ. ചില ഇരുമ്പ് ചങ്ങലകൾ പൊട്ടിമാറട്ടെ. ശതാധിപൻ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. and the commander comes to Jesus എന്നിട്ട് യേശുവിനോട് പറയുകയാണ്, and says to Jesus, ഗുരു, എന്റെ ദാസൻ ദീനമായി കിടക്കുകയാണ്. Lord, my servant is very ill. എന്നിട്ട് ഇങ്ങനെയാണ് അദ്ദേഹം And പറയുന്നത്, then he says, ഞാൻ ഒരുത്തനോട് പറഞ്ഞാൽ അവൻ പോകുന്നു, and if I said tell someone to leave, they will leave. ഞാൻ മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. And if I tell someone to come, they will come. കാരണം എന്റെ കീഴിൽ അനേക ദാസന്മാരുണ്ട്. Because there are many servants underneath me. ഞാൻ ഒരു ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ്. I'm someone who has the higher position. പക്ഷേ ഈ രോഗിയുടെ വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാൻ But in കഴിയില്ല. terms of the sick man, I cannot do anything. അവന്റെ മേൽ എനിക്ക് അധികാരമില്ല. I have no authority over him. അവന്റെ മേൽ നിനക്ക് അധികാരമുണ്ടെന്ന് എനിക്കറിയാം. But I know you have. കാരണം നീ സർവശക്തനാണ്. Because you're the Almighty God. അവന്റെ മേൽ അധികാരമുണ്ടെന്ന് എനിക്കറിയാം. And I know that you have authority. അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ, So if you say a word, അതുകൊണ്ട് നീ ഒരു വാക്ക് if പറഞ്ഞാൽ you say a word, അത് അതുപോലെ and it സംഭവിക്കും. will happen. രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. He has authority over sickness. രോഗിയുടെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ Over കർത്താവ്. the sick person. പ്രശ്നത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ Over കർത്താവ്. your problems, he has അവൻ authority. ഒരു വാക്ക് പറഞ്ഞാൽ, A single word. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ, A single word. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ, A single word. ആ വാക്കിനകത്ത് ശക്തി ഇറങ്ങും. There is power. രോഗശക്തികൾ തകരുകയാണ്. പ്രതിബന്ധങ്ങൾ തകരുകയാണ്. പ്രതിബന്ധങ്ങൾ തകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവം റിയൽ ആണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് റിയൽ ആണെന്ന്? He is very real. God is real. Hallelujah. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ ദൈവം റിയൽ ആണോ, ഇതൊക്കെ ശരിയാണോ എന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാകാറുണ്ട്. Many times we have thoughts during the problems of our lives that if God is real. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റിയൽ അല്ലാത്തത്? എന്തുകൊണ്ടാണ് റിയൽ അല്ലാത്തത്? Why is he not real in our lives many a times? കാരണം നമുക്ക് കർത്താവിനെ കൂടാതെ ജീവിക്കാൻ അറിയാം. Because we know how to live without him. കർത്താവിന്റെ സഹായം നമുക്ക് ആവശ്യമില്ല. We do not require his help. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ റിയൽ ആകുന്നില്ല. And for that reason, he's not real in our lives. പക്ഷെ റിയൽ ആകാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ, But if you desire for him to be real, നിങ്ങളൊരു നീഡി പേഴ്സൺ ആണെങ്കിൽ, if you're needy, നിങ്ങളൊരു ആവശ്യബോധമുള്ള വ്യക്തിയാണെങ്കിൽ, and if you desire and you desire that help, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ റിയൽ ആണ്. He will become real in your life. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് അവനൊരു അഭയസ്ഥാനം തന്നെ. He is the refuge for the stronghold. അപ്പോൾ ഒരു വാക്കിനകത്ത് ഭയങ്കര ശക്തിയുണ്ട്. So in a single word it carries massive power. ദൈവം പറയുന്ന ഒരു വാക്കിനകത്ത് ശക്തിയുണ്ട്. In a single word there's massive power. നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ഈ മെസ്സേജുകൾ ഓരോന്നും ഭയങ്കര പവർ ഉള്ളതാണ്. Every single message you hear is very powerful. ഇത് പാറയെ പിളർക്കുന്ന ചുറ്റികയാണ്. The things that split rocks. ഈ വചനം എന്ന് പറയുന്നത് ഫയർ ആണ്. It's fire. Hallelujah. The word of God is fire. കാരണം ദൈവം തീയാണ്. Because God is fire. അപ്പോൾ ഈ പറയുന്ന വചനം നിങ്ങൾ അതുപോലെ ഏറ്റെടുക്കാൻ So തയ്യാറാണ്. these Bible verses you must take as so. ദൈവം പറയുന്നത് എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്തു വരാം. He says, come closer to me and I'll grow closer to you. നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെന്നാൽ മാത്രമേ ദൈവം നിങ്ങളോട് അടുത്ത് വരത്തുള്ളൂ. Only when you go closer to God does he come closer to you. നിങ്ങൾ മാറി നിന്നാൽ ഒരിക്കലും ദൈവം നിങ്ങളോട് അടുത്ത് വരത്തില്ല. If you stand afar, he will never come close to you. ദൈവം നിങ്ങൾക്ക് റിയൽ ആകണമെങ്കിൽ, If you want God to be real in your life, യേശു നിങ്ങൾക്ക് റിയൽ ആകണമെങ്കിൽ, if you want Jesus to be real in your life, ഹല്ലേലൂയ, അവനോട് അടുത്ത് ചെല്ലണം. you must come closer to him. ദൈവത്തിന്റെ വചനം പറയുന്നത്
The Bible says പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് in Exodus 3 we can see ആമൻ പർവ്വതത്തിൽ ആമൻ മുൾപടർപ്പ് കത്തുന്നു. മോശ നോക്കിയപ്പോൾ ഒരു അസാധാരണമായ തീ അവിടെ നടക്കുന്നു. and Moses can see a fire. സാധാരണ ഈ കാട്ടിൽ പർവ്വതത്തിലൊക്കെ മുൾപടർപ്പ് അല്ലെങ്കിൽ ഈ കാട്ടുതീ ഉണ്ടാകാറുണ്ട്. There are many times where in the mountains and in the jungle there's fires. ആമേൻ അതുപോലൊരു തീയാണെന്ന് ആദ്യം മോശ വിചാരിച്ചു. And he thought it was a similar fire. ആമേൻ സാധാരണഗതിയിൽ മുൾപടർപ്പുകൾ കത്തി അമർന്നു പോവുകയാണ് These ചെയ്യുന്നത്. dry plants they burn up very easily. പെട്ടെന്ന് തന്നെ കത്തി മാറും. They burn very easily. എന്നാൽ മോശ വീണ്ടും നോക്കുമ്പോൾ അത് കത്തി നിൽക്കുകയാണ്. But as Moses looked on, it's still burning. ആ കത്തി നിൽക്കുന്ന കാഴ്ച എന്താണെന്ന് കാണാൻ മോശ പർവ്വതത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെന്നു. And as he went to see what was burning, he went closer. അവൻ മോശ അടുത്ത് ചെല്ലുന്നത് ദൈവം കണ്ടപ്പോൾ അവൻ മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് മോശയെ ദൈവം വിളിക്കുകയാണ്. And as God saw he was coming closer, he called out his name. ഇന്ന് പകൽക്കാലം അടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവശബ്ദം കേൾക്കുന്നത്. It's only when you come closer to God does he come closer to you. പ്രതികരിക്കുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. When you act and he will react. ശമൂവേലിനോട് ഏലി പറയാണ്, ഇനി വിളിച്ചാൽ നീ എൻ്റെ അടുക്കൽ വരണ്ട, നീ പ്രതികരിക്കുക. ആമ യഹോവേ അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ എന്ന് നീ തിരിച്ച് പ്രതികരിക്കുക. അപ്പോൾ ആമ ദൈവം നിന്നോട് സംസാരിക്കും. Eli said to Samuel, when you react and say God I am here, God will talk to you. ഹല്ലേലൂയ. നീ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നിന്നോട് അടുത്ത് വരും. So when you come close to God, he will come close to you. നീ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കാം. And when you go closer to him, he will speak to you. ദൈവ ശബ്ദത്തിന് നീ പ്രതികരിച്ചാൽ ദൈവം നിന്നോട് And സംസാരിക്കും. if you react to his voice, he will react to you. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അടുത്ത് ചെല്ലുവാൻ താല്പര്യമുണ്ട്? How many of you are willing to go closer to him? ദൈവത്തിന്റെ വേർഡിന് ഭയങ്കര ശക്തിയാണ്. His words are powerful. അത് ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കട്ടെ. It's going to work. അത് ഇന്ന് പകൽക്കാലം ഇവിടെ വെളിപ്പെടട്ടെ. It's going to happen here. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Let's all pray. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Let's all pray. അത് ഇവിടെ നടക്കട്ടെ. Hallelujah. നിന്റെ വിഷയം എന്താണെങ്കിലും, No matter what your problem നിന്റെ is, വിഷയം no എന്താണെങ്കിലും, matter what your problem ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ആ പ്രശ്നമാണെങ്കിൽ, might be in India, നിന്റെ ഭവനത്തിലുള്ള ആമൻ ആ might be പ്രശ്നമാണെങ്കിൽ, in your home, അവൻ എന്താണെങ്കിലും, no matter what it അവൻ is. ഇവിടെ നിന്ന് ആ വേർഡ് പുറപ്പെട്ടാൽ, And if the word comes out from him, ഇവിടെ നിന്ന് ആ വേർഡ് പുറപ്പെട്ടാൽ, and if the word comes out from him, സെക്കൻഡിനകത്ത് അതിനകത്തൊരു ദൈവശക്തി ഇറങ്ങാം. in seconds the power of God will come down. ഹല്ലേലൂയ. ദൈവവചനത്തിന് മുമ്പാകെ അഴിയാത്ത ചങ്ങലകളില്ല. There's no shackles that can't be broken in God's word. ദൈവ ശബ്ദത്തിന് മുമ്പാകെ തകരാത്ത ആമൻ ഇരുമ്പോടാമ്പലുകളില്ല. There's no iron that can be not destroyed in God's word. കാരണം ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. Because the Bible says യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലുരിക്കുന്നു. his voice is fire. യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിതറിക്കുന്നു. And it's like fire. യഹോവയുടെ ശബ്ദം ആമൻ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. Hallelujah. യഹോവയുടെ ശബ്ദം അഗ്നിജാലകളെ ചിഹ്നിക്കുന്നു. ഇന്ന് പകൽക്കാലം യഹോവയുടെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം, the word of God, the word of God. ആമൻ അത് ചില പ്രവൃത്തികൾ എൻ്റെ നിന്റെ ജീവിതത്തിൽ അസാധാരണമായ തലത്തിൽ ചെയ്തു തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ആരാധിച്ചാട്ടെ. Clap your hands and worship God. Oh, Shanthya Gautiamana Samthe Rebelagadagara, Rabadagara Balava, Rabashandharadara, Rebelagadagara, Rabadhara, Bautia, Labaushana, Andharo, Ravalthana, Pravalthana, Eshuvan Adigarabala Namatil, Eshuvan Adigarabala Namatil, every other party charter, a shop David on the Buragata. Hallelujah. A shop David on the Buragata, a shop David on the Chalikata. Hallelujah. Oh, Ramal Tane, Regadaga Jalamana, Hamdala, Karamadicha, Elevri Vatmavel, Outshe, Togalamana, Hadira. Oh, Radhaladhaga, Chala Irutagalipola, Adijavaragia, Chala Sharirangale Vita, Ama Chala Sharirangale Vita, Ama Talil Paramitugonda, Vedana Itugonda, Shosta Itugonda, Ama Chala Benthangalandona, Chala Katugalandona, Ama Chala Udikiva Chirikina, Ama Chala Roga Shaktigal, Eshovena Namatil, in the mighty name of Jesus, all the sickness, all the infirmities, in the name of Jesus, in the name of Jesus, Amen. Be healed. Amen. Be healed in the name of Jesus. Be strong in the name of Jesus. Be strong in the name of Jesus. Be courageous in the name of Jesus. Rababala Shandhara, Rebal Kale Rabadhara, Ardharia Dharaba, Rebal Gala Dhorojo, Ladharia Dhagoshathe.
Rabagamana Gaucha Sialkana. ഓ റിയൽ കേബല ഓ റഗ ശക്തി നിന്റെ ശരീരത്തിൽ കൂടി ഇറങ്ങുകയാണ് ഗോ ത്രൂ യുവർ ബോഡി ഗോ ത്രൂ യുവർ സിക്നസ് ഗോ ത്രൂ യുവർ ഇഷ്യൂസ് ഇൻഫോർമിറ്റീസ് ഇറ്റ്സ് ഗോ ത്രൂ യുവർ ബോഡി ഇൻ ദ നെയിം ഓഫ് ജീസസ് Rabba Lamana Hatchasiadana. A Shakti Paul Erangano. A power, the power of God, the power of God, the power of God, the power of God, the power of God. Oh, the fire of God, the fire of God. Right now in the name of Jesus, 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 in the name of Jesus. Laba Rabba Shekha Labasia. Rego Lodo Raga Shanda Rego Lagasia വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പ immeasurable power those who believe immeasurable power those who receive those who believe in the name of Jesus Albaradala Sheke Hallelujah, hallelujah, hallelujah. ആമേൻ. ഒരു വാക്യം ഒന്ന് വായിക്കുക. എഫേസ്യലേഖനം 1:18-19. Ephesians 1:18 and 19. ആമേൻ. എഫേസ്യൻ 1:18 and 19. Hallelujah. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. Hallelujah. Hallelujah. The hope to which he has called you, the riches of his glory and the inheritance of his holy people. ആമേൻ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. Hallelujah. Hallelujah, hallelujah. The exceeding greatness of his power towards us who believe. ആമേൻ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. Immeasurable power, immeasurable power. Those who believe, those who believe, those who believe the exceeding greatness of his power. Shagara bala radhala bara bala bala bara baushara raghela bara bala bala baushara. The exceeding greatness of his power toward who believe according to the working of his mighty power. His mighty power. വിശ്വസിച്ചാട്ടെ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? Hallelujah. നിന്റെ കോൺഷ്യസ് മൈൻഡിനെ, നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ, നിന്റെ അൺകോൺഷ്യസ് മൈൻഡ് ഒക്കെ ആമേൻ അതിനെ പാസ് ചെയ്യുന്ന, അതിലേക്ക് ഇറങ്ങി വരുന്ന, ആ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം. Gorabalgalia Rajaria Regaria Jaria Dhala Ria Dhala Ribala Bala 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 Shaga Raga Dhala Dhara Ardha Raba Lama Nashadha Vaida Raba Laba Raba Thara Raba Ria Thara Bal Khaba Fire. Oh, the power of God, the power of God. Oh, the exceeding greatness of his power, the exceeding greatness of his power. Oh, the mighty power, the mighty power, the mighty power, the mighty power in the name of Jesus. Those who believe now, those who believe now. ശാന്താരഗസ്യാധന. ആമേൻ. ദൈവശക്തിയുടെ വ്യാപാരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. His power is with us tonight. ആമേൻ. എത്ര പേർക്കത് വേണം? Hallelujah. എത്ര പേർക്കത് വേണം? How many of you need it tonight? 18 വർഷമായി കൂനയായിരിക്കുന്ന സ്ത്രീ, The woman who is struck for 18 years. 18 വർഷമായിട്ട് അവൾ ജന്മനാ കൂനയാണോ പിന്നീട് കൂനയായതാണോ നമുക്കറിയത്തില്ല. For he was a hunchback for 18 years. പക്ഷേ ആമേൻ 18 വർഷമായിട്ട് അവൾ കൂനയാണ്. But she was a hunchback for 18 years. കഴിഞ്ഞ 18 വർഷം അവൾ ആലയത്തിൽ വന്നു. For the last 18 years she came to church. 18 വർഷവും വന്നത് ആമേൻ കുനിഞ്ഞവളായിട്ടാണ്. For 18 years she came to church hunchback. ഹല്ലേലൂയ. കൂനയായ സ്ത്രീയായിട്ടാണ് ആമേൻ അവൾ ആലയത്തിൽ വന്നത്. She came as a hunchback. അവൾക്കൊന്ന് നിവരണമെന്ന് ആഗ്രഹമുണ്ട്. She wants to walk. ആമേൻ. അവൾക്ക് നിവരാൻ കഴിയുന്നില്ല. But she cannot stand up straight.
അവൾക്കൊന്ന് നിവരണമെന്ന് ആഗ്രഹമുണ്ട്. She wants to stand. പക്ഷെ നിവരാൻ കഴിയുന്നില്ല. She cannot stand. വലിയൊരു ഭാരം അവളുടെ She മുതുകിലിരിക്കുകയാണ്. has a back. ഹല്ലേലൂയ. എങ്കിലും അവൾ ആരാധനയ്ക്ക് വരികയാണ്. She comes to prayer. എന്നാൽ വചനം പറയുന്നത് Bible says. ഹല്ലേലൂയ, അന്നത്തെ ദിവസം ദൈവത്തിന്റെ കരം അവളുടെ മേൽ ചലിച്ചു. Hallelujah. ദൈവത്തിന്റെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. There's something very special about the അതിനെക്കുറിച്ച് Bible. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. It says, നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്തരമാണ്. and those അവൻ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ്. who believe it's the word of God. ഹല്ലേലൂയ. കൂനിയായി വന്ന സ്ത്രീ, The woman who was hunchback for 18 years. അവൾക്ക് നിവരുവാൻ കഴിയുന്നില്ല. She could not stand up straight. കഴിയത്തില്ല. She cannot. അവൻ നിവരുവെന്നുള്ള ആഗ്രഹം മുഴുവനും പോയി. All her hope has been lost. ഇനി നിവർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊരു ചിന്ത അവൾ കണ്ടേക്കാം. There's nothing to do. പക്ഷേ ആ ദിവസം ദൈവ സാന്നിധ്യം വചനം അവിടെ വന്നു. But that day the Spirit of God touched her. ഹല്ലേലൂയ. വചനം ആ ആലയത്തിലേക്ക് വന്നു. The word of God came to that temple. അവൻ വചനം സംസാരിച്ചു. And it spoke. അവൻ വചനം അവളെ തൊട്ടു. And it touched her. വചനം തൊട്ടപ്പോൾ When it touched her, അവൾ നേരെയായി. she became straight. ആ വചനം ഇവിടെ വന്നിട്ടുണ്ട്. And that word is here tonight. The word of God. Hallelujah. Jesus is here. യേശു ഇവിടെ ഉണ്ട്. The word of God is here. Jesus is here. വചനം ദൈവമായിരുന്നു. അന്നത്തെ പ്രാർത്ഥനയിൽ വചനം അവളെ തൊട്ടു. And in that prayer that day the word of God touched her. ഇന്നത്തെ പ്രാർത്ഥന വചനം തൊടുന്ന പ്രാർത്ഥനയായി മാറട്ടെ. Today's prayer the word's going to touch you. ഇന്നത്തെ പ്രാർത്ഥന വചനം തൊടുന്ന പ്രാർത്ഥനയാകട്ടെ. And it's going to touch you. വചനം കേട്ടിട്ട് പോകുന്ന പ്രാർത്ഥനയല്ല. Not just hearing. വചനം തൊടുന്ന പ്രാർത്ഥനയായി. But it's going to touch your heart. യേശുവിന്റെ നാമത്തിൽ Jesus. എത്ര പേർക്ക് സ്പർശനം ആവശ്യമുണ്ട്? How many of you need touch? വചനത്തിന്റെ തൊടൽ എത്ര പേർക്ക് വേണം? How many of you need the presence? ഇന്ന് പകൽക്കാലം അത് സംഭവിക്കുന്നു. It's going to happen tonight. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus mighty name. യേശുവിന്റെ നാമത്തിൽ. Hallelujah. വചനം തൊടേണ്ടവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോട്ടെ. ഈ വചനം എന്നെ ഒന്ന് തൊടട്ടെ. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഈ സഹോദരി വന്ന് വചനം കേട്ടിട്ട് പോകുമായിരുന്നു. Every Saturday, every Sunday this woman came, she heard the word and left. പക്ഷേ അന്നത്തെ ദിവസം അന്നത്തെ പ്രാർത്ഥന അന്നത്തെ ആരാധനയിൽ വചനം കേൾക്കുകയല്ലായിരുന്നു, വചനം തൊടുവായിരുന്നു. But that day the word she did not hear the word, but it touched her heart. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഞായറാഴ്ച വചനം തൊട്ടോണ്ടിരിക്കുക. I believe those who believe tonight is going to touch your hearts. ലാസറിനെ തൊട്ടോണ്ടിരിക്കുകയാണ്. As it touched Lazarus, it's going to touch you. ശതാധിപന്റെ ദാസനെ തൊട്ടോണ്ടിരിക്കുകയാണ്. As it touched the wise man's leper, it's going to touch you. യായിറോസിന്റെ മകളെ തൊട്ടോണ്ടിരിക്കുകയാണ്. Hallelujah. കനാന്യ സ്ത്രീയുടെ കുഞ്ഞുമകളെ തൊട്ടോണ്ടിരിക്കുകയാണ്. ചിലരെയൊക്കെ ഈ വചനം തൊട്ടോണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാണ്? നിങ്ങളുടെ വിഷയം ഏതാണെങ്കിലും ആ വിഷയത്തെ തൊടുന്ന നിങ്ങളെ തൊടുന്ന ഒരു വചനത്തിന്റെ ശക്തി, ഒരു വചനത്തിന്റെ ശക്തി. വചനം ഇന്ന് പകൽക്കാലം തൊടട്ടെ. And let the word touch you tonight. വചനം ഇന്ന് പകൽക്കാലം തൊടട്ടെ. Let you touch you tonight. ഹല്ലേലൂയ. വചനം ചിലരെ തൊടുകയാണ്. It's going to touch some people. യേശുവിന്റെ വചനം ചിലരുടെ കൂനുകളെ മാറ്റുകയാണ്. And it's going to remove some hunchbacks. നിവർന്ന് നോക്കുവാൻ കഴിയാതെ The people who cannot stand up straight. പള്ളിയിൽ വന്ന് വചനം കേട്ട് പോകുന്ന സാഹചര്യങ്ങൾ മാറുകയാണ്. Those who just listen to the word is going to move. കേട്ടുപോകുന്നത് മാറട്ടെ. Hallelujah. അനുഭവിച്ചു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ കണ്ടിന്യൂ ചെയ്താട്ടെ, റിസീവ് ചെയ്താട്ടെ, ആ വചനം റിസീവ് ചെയ്തുകൊണ്ടിരുന്നാട്ടെ. പോകുന്നത് ഒരു വലിയ പവറോട് കൂടി പോകുന്ന ചില വിടുതൽ അനുഭവിച്ചു പോകുന്നത്. ആമേൻ. ആയിരക്കണക്കിന് മൈലുകൾ അക്കരെയുള്ള അപ്പുറത്തുള്ള പ്രശ്നത്തെ ദൈവം തൊട്ടിട്ട് പോകുന്ന, ദൈവം തൊട്ടത് കണ്ടുപോകുന്ന അനുഭവമായി മാറട്ടെ. വലിയ ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. I believe massive miracles taking place. യേശുവിന്റെ നാമത്തിൽ. Jesus mighty name. ആ ദൈവപ്രവൃത്തി ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. I'm declaring this in the name of Jesus. ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ നടന്ന ആ അത്ഭുതങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. Declare it in Jesus name. ഹല്ലേലൂയ. ഹല്ലേലൂയ. തോന്നലുകളല്ല, not just thoughts, സംശയങ്ങളല്ല, not just doubts, മറിച്ച് അത് അക്ഷരികമായി ഉറപ്പായി അത് സംഭവിച്ചു. but something that happens in actuality. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. Jesus, we praise you together. എല്ലാ മഹത്വവും അങ്ങേക്ക്. We give all glory to your name. യേശുവിന്റെ നാമത്തിൽ. Jesus name. യേശുവിന്റെ നാമത്തിൽ Jesus തന്നെ. name. ആമേൻ. ആമേൻ. ആമേൻ.